ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുളക് ബജ്ജിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഞാനൊരു 3 സവാള ഒന്ന് കൊത്തി അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഇതിനകത്ത് വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, രണ്ടും കൂടെ ഒരുമിച്ച് ചതച്ചതാണ് ഞാൻ. അപ്പോൾ 2 ഒരേ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് ഞാൻ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം വഴന്നു തന്നെ, കളറൊന്നും മാറിയൊന്നും വേണ്ട. ഇതൊന്ന് സവാളയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട് നല്ലോണം. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ 1 കപ്പ് ക്യാരറ്റാണ് എടുത്തേക്കണത്. വേണമെങ്കിൽ നമുക്ക് ക്യാബേജൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ക്യാരറ്റാണ് എടുത്തേക്കണത്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മതി മുളക് പൊടി. നമുക്ക് ഇനി കുരുമുളക് ഒക്കെ ഇടണോണ്ടിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി മതി. പച്ചമുളകിൻ്റെ എരിവുണ്ട്. ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ഇറച്ചി എടുത്തിട്ട് ബീഫ് എടുത്തിട്ട് അതൊന്ന് വേവിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തതാണ്. അപ്പം അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനേ. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടാണ് ഞാൻ ഇറച്ചി വേവിച്ചത്. അപ്പോൾ മസാലയൊക്കെ ഉപ്പ് കുറവാണ്. അപ്പോൾ 1 ടീസ്പൂൺ കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഞാൻ കുറച്ച് മസാല മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ 1/4 കപ്പ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ ബീഫ് ഒന്ന് ചൂടാറാനായിട്ട് വെച്ചേക്കണേന്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബജ്ജി മുളകൊന്ന് 2ആയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ അരിയെല്ലാം എടുത്ത് കളയണം. ഇതിനകത്തോട്ട് നമ്മുടെ ബീഫിൻ്റെ ഇത് ഫില്ലിങ് ഇത് നിറച്ച് കൊടുക്കാം. ഫില്ലിങ്ങൊക്കെ ഇതുപോലെ നമുക്ക് നിറച്ച് കൊടുക്കാം. പഞ്ചിമുളക് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീഫിൻ്റെ മിശ്രിതം വെച്ചിട്ട് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി കുറച്ച് ബാറ്റർ തയ്യാറാക്കണത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഒരു ബാറ്റർ തയ്യാറാക്കാം.
ഞാനിവിടെ ഒരു പാത്രത്തിനകത്ത് ഒരു 3 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂണ് കടലപ്പൊടി, ഇനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണ് നമ്മുടെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇടാം. അരിപ്പൊടി ഇട്ട് ഇതാക്കിയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും. ഞാനിപ്പോൾ അരിപ്പൊടിക്ക് പകരമായിട്ട് കോൺഫ്ലവറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. നമ്മുടെ ബാറ്ററൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇത്ര ലൂസ് വേണം. അപ്പോൾ നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നും മാവിൽ ഇങ്ങനെ മുക്കിയെടുക്കാം. നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. മുളകെല്ലാം നല്ല കരിമുരിങ്ങനായി നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതേണ്ട മുളക് വെച്ചിട്ടുള്ള ബജ്ജി തയ്യാറായിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.